Welcome all. In this section we are going to discuss about the convergence of series of functions. For that we need to review the infinite series of real numbers. Okay, അതായത് സീരീസ് ഓഫ് ഫങ്ഷൻസിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയണം എന്നുണ്ടെങ്കിൽ സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്താണെന്നാണ് നോക്കുന്നത്. ഇൻഫിനിറ്റ് സീരീസ് എന്താണ്? സീക്വൻസ് എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസിലുള്ള ടേംസിനെല്ലാം നമ്മൾ ആഡ് ചെയ്ത് ഇൻഫിനിറ്റ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എൻ ഇൻഫിനിറ്റ് സീരീസ്. ഓക്കെ, സമ്മേഷൻ an that is equal to a1 plus a2 plus a3 plus etc. ജനറൽ ടേം an ആണ് വരിക പ്ലസ് എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എൻ ഇൻഫിനിറ്റ് സീരീസ്. ഓക്കെ, ഇനി ഈ സീരീസിൻ്റെ കൺവേർജൻസ് നമ്മൾ പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ കൺവേർജൻസ് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമ്മൾ ഈ സീരീസിന് എഴുതാൻ പോവുകയാണ്. അതെങ്ങനെ എഴുതാം? ആ സീക്വൻസിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് നമ്മുടെ സീരീസിലത്തെ ആദ്യത്തെ ടേം ആയിരിക്കും. അതുപോലെ സീക്വൻസിൻ്റെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് സീരീസിലെ ആദ്യത്തെ രണ്ട് ടേംസിൻ്റെ സമ്മായിരിക്കും. അതായത് S1 is equal to A1, S2 is equal to A1 plus A2, S3 is equal to A1 plus A2 plus A3. അങ്ങനെ നോക്കുകയാണെങ്കിൽ S എന്ന് പറയുന്നത് ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സീരീസ്. ഓക്കെ, ഇനി ഈ ഒരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എങ്ങോട്ടാണ് പോകുന്നത്? ദാറ്റ് ഈസ് ആക്ച്വലി സിഗ്മ n ഈക്വൽ ടു 1 to infinity n ആണ്. അതായത് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ സീരീസിൻ്റെ സം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സീരീസിന് സമ്മ് കിട്ടുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്, അതർവൈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ ഒരു സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സീരീസിലുള്ള ഇൻഫിനിറ്റ് ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ സമ്മായിട്ട് നമുക്ക് കിട്ടിയാലാണ് സീരീസ് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡൈവേർജൻ്റ് ആയിട്ട് കണക്കാക്കും. ഇനി കൺവേർജൻ്റ് ആണെങ്കിൽ വി റൈറ്റ് ദാറ്റ് സമ്മേഷൻ n ടെൻസ് ടു ഇൻഫിനിറ്റി n running from 1 to infinity an is equal to limit n tends to infinity sn which is equal to s. ഓക്കെ, ഇനി എസ് എൻ കൺവേർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സീരീസ് ഡൈവേർജസ്. അപ്പോൾ നമുക്ക് സീരീസിൻ്റെ കൺവേർജൻസ് എന്താണെന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ തന്നത്. ഇനി ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ ടെസ്റ്റുകൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നത്തെ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ഇവിടെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടെസ്റ്റ് nth ടേം ടെസ്റ്റാണ്. അതായത് ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് കാണിക്കാനായിരിക്കും. ഓക്കെ, ഈ ടെസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് an ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് nth ടേമിൻ്റെ ലിമിറ്റ് 0ലേക്കാണ് പോകുന്നുണ്ടാവുള്ളൂ അത് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ. അപ്പോൾ nth ടേമിൻ്റെ ലിമിറ്റ് 0 അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഈ ടെസ്റ്റ് നമ്മൾ മെയിനായിട്ട് ഡൈവേർജൻസ് കാണിക്കാനാണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് കോഷി ക്രൈറ്റീരിയൻ ഫോർ സീരീസ്. ദ സീരീസ് സിഗ്മ an is converges if and only if for every epsilon there exists k epsilon element of n such that if m n greater than or equal to k epsilon then mod sm minus sn is less than epsilon. അതായത് സീരീസ് an കൺവർജൻ്റ് ആണെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കോഷി ആയിരിക്കും എന്നുള്ളതിൻ്റെയാണ് ഈ ഒരു ടെസ്റ്റ് പറയുന്നത്, കോഷി ക്രൈറ്റീരിയൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എ തിയറം. Let sequence an be a sequence of non-negative real numbers, then sigma an converges if and only if Sn is bounded. In this case, sigma an is equal to limit Sn, which is the supremum of Sn. അതായത് സീക്വൻസ് ചെയ്യാനുള്ളതൊക്കെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സീക്വൻസ് Sn എന്തായാലും ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് കൺവേർജൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ഫ്രം എബവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സീക്വൻസ് Sn ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ഫ്രം എബവും ഉണ്ട്, ബൗണ്ടഡ് ഫ്രം ബിലോയും ഉണ്ട്. നമുക്ക് എബവ് മതി. അപ്പോൾ ആ ബൗണ്ടഡ് ഫ്രം എബവ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സുപ്രീമം വാല്യൂയിലേക്കാണ് നമുക്ക് ഈ സീരീസ് പോകുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വി ഹാവ് കമ്പാരിസൺ ടെസ്റ്റ്. നമ്മുടെ കയ്യിൽ രണ്ട് സീരീസാണുള്ളത്, സിഗ്മ എനും സിഗ്മ ബി എനും. അപ്പോൾ അവരുടെ കൺവേർസ് പറയാൻ കറസ്പോണ്ടിങ് സീക്വൻസുകൾ നമ്മൾ നോക്കുകയാണ്, സീക്വൻസ് എനും സീക്വൻസ് ബി എനും. സീക്വൻസ് എനും സീക്വൻസ് ബി എനും തമ്മിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn എന്നുള്ള ഒരു റിലേഷനാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അങ്ങനെയാണെങ്കിൽ സിഗ്മ ബി എൻ കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാം? സിഗ്മ an കൺവേർജൻ്റ് ആണെന്ന് പറയാം. അതുപോലെ സിഗ്മ an ഡൈവേർജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനേക്കാളും വലിയ സിഗ്മ ബി എനും ഡൈവേർജൻ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ദ കമ്പാരിസൺ ടെസ്റ്റ്. നെക്സ്റ്റ് വി ഹാവ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇതിൽ രണ്ട് സീക്വൻസ് an ഉം b നും നമ്മുടെ കയ്യിലുണ്ട്. സച്ച് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ബൈ b എന്ന് പറയുന്നത് r എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി r എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
സിഗ്മ എ എന്നും സിഗ്മ ബി എന്നും കൺവെർജസ് ഓർ ഡൈവേർജസ് ടുഗെദർ എന്ന് പറയാൻ പറ്റും. അതായത് സിഗ്മ എൻ കൺവെർജൻ്റ് ആണെങ്കിൽ മാത്രം സിഗ്മ ബി എൻ കൺവെർജൻ്റ് ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. അതായത് രണ്ടുപേരും ഒന്നുകിൽ രണ്ടുപേരും ഒരുമിച്ച് കൺവെർജൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുടെ കൺവെർജൻസോ അല്ലെങ്കിൽ ഡൈവേർജൻസോ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ 6 നോൺ സീറോ ആയിട്ട് കിട്ടുകയാണെങ്കിലാണ് ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി 6 സീറോ ആണെങ്കിൽ നമുക്ക് കൺവെർജൻസിൻ്റെ കഥ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതും സിഗ്മ ബി എൻ കൺവെർജൻ്റ് ആണെങ്കിൽ മാത്രമേ സിഗ്മ എ എൻ കൺവെർജൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. മറ്റത് ഡൈവേർജൻസിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വി ഹാവ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. ഇതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിക്രീസിങ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം ഓൺ 1 to ∞. അപ്പോൾ ആ ഫംഗ്ഷനിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇമേജസ് അത് നമ്മൾ എ എൻ ആയിട്ട് സെറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ എൻ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എ എൻ കൺവെർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നോക്കാൻ നമുക്ക് ഇൻ്റഗ്രൽ 1 to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നോക്കിയാൽ മതി. ഇൻ്റഗ്രൽ 1 to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജൻ്റ് ആണെങ്കിൽ സീരീസും കൺവെർജൻ്റ് ആയിരിക്കും, ഡൈവേർജൻ്റ് ആണെങ്കിൽ സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഇൻ്റഗ്രൽ ടെസ്റ്റ്. നെക്സ്റ്റ് വി ഹാവ് റേഷ്യോ ടെസ്റ്റ്. സപ്പോസ് വി ഹാവ് ലിമിറ്റ് n tends to ∞ mod an plus 1 by an which is equal to L x's, and if L less than 1 we can say that sigma an is absolutely convergent, and if L greater than 1 we can say that the series an is divergent, and if L equal to 1 we cannot say any conclusion using this test. Next we have root test. The test says that if the series with positive terms and limit n tends to ∞ mod an raised to 1 by n is equal to L x's, then the conclusions are as same as the ratio test. Okay, that is when L less than 1 we can say that the series converges, and if L greater than 1 the series diverges, and when L equal to 1 we cannot say anything using this test. Next we have theorem. Absolute convergence implies convergence. അതായത് സീരീസിലെ ടേംസിലെ ആബ്സലൂട്ട് വാല്യൂ ഇട്ടിട്ട് കൺവെർജൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആബ്സലൂട്ട് വാല്യൂ ഇടാതെയും കൺവെർജൻസ് കിട്ടും എന്നുള്ളതാണ് തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ലെബനിസ് ടെസ്റ്റ് ഫോർ ആൾട്ടർനേറ്റിംഗ് സീരീസ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റ് ടേംസിൽ പ്ലസും മൈനസും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജനറലായിട്ട് നമ്മളതിന് കാണിക്കുന്നത് സമ്മേഷൻ -1/n+1 u എന്നാണ്. ഈ ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് കൺവെർജൻ്റ് ആവാനുള്ള കണ്ടീഷനാണ് ലെബനിസ് ടെസ്റ്റ് പറയുന്നത്. യു എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം, യു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, യു എന്ന് പറയുന്ന സീക്വൻസ് ഡിക്രീസിംഗ് ആയിരിക്കണം, ലിമിറ്റ് യു എൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് സമ്മേഷൻ -1/n+1 u എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ റിവ്യൂവിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ടെസ്റ്റുകൾ. ഇനി കുറച്ച് സീരീസ് പരിചയപ്പെടാം. ജോമെട്രിക് സീരീസിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സമ്മേഷൻ 1 to ∞ a × r⁻n−1 എന്നുള്ള ഫോം ആയിരിക്കും, വേർ a is not equal to 0. ഈ ജോമെട്രിക് സീരീസ് മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 മാത്രമാണ് കൺവെർജൻ്റ് ആവുള്ളൂ, ആൻഡ് മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജൻ്റ് ആയിരിക്കും. ഇനി മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവെർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് a/1 - r എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് p series. p series is summation 1 to ∞ 1/n⁻p, and this p series is converges if p greater than 1 and diverges if p less than or equal to 1. Next we have the third one is harmonic series, which is summation 1/n, and we know the harmonic series is divergent. Okay, വേണമെങ്കിൽ നമുക്ക് p series വെച്ചിട്ട് പറയാം p1 ആണ് അവിടെ, അപ്പോൾ ഹാർമോണിക് സീരീസ് ഡൈവർജൻ്റ് ആണെന്നുള്ളത് അങ്ങനെയും പറയാം. ഇനി ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. അതായത് ഹാർമോണിക് സീരീസിലെ ടേംസിൽ ആൾട്ടർനേറ്റ് പ്ലസും മൈനസും ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവെർജൻ്റ് ആണ് യൂസിങ് ലെബനിസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സം പ്രോബ്ലംസ്. ഡിസ്കസ് കൺവെർജൻസ് ഓഫ് ദ ഫോളോയിങ് സീരീസ്. നമ്മൾ ഓൾറെഡി മുന്നത്തെ സെമിസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, ഒരു റിവ്യൂ പോലെ. ഓക്കെ, okay, now we have to say about the convergence of series of functions. Okay, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇനി സമ്മേഷൻ എഫ് എൻ ആണ്, അതല്ലെങ്കിൽ സിഗ്മ എഫ് എൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സീരീസ് ഓഫ് ഫങ്ഷൻസ് എങ്ങനെയാണ് കൺവെർജൻ്റ് ആവുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻസ് എഫ് എൻ കൺസിഡർ ചെയ്യാണ്. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ സബ്സെറ്റ് ഓഫ് ആർ ടു ആർ. Then sigma fn is called the series of functions, and sigma fn is said to converge to a function f on A if the sequence of partial sums Sn converge to f for each x element of A. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻസ് എഫ് എൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓരോ പോയിൻ്റ് എക്സിലും കൺവേർജൻ്റ് ആകുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സീരീസ് എഫ് എന്നും കൺവേർജസ് ടു എഫ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. Also, if series mod fn converges, then we say series fn is absolutely convergent. അതായത് മോഡുലസ് ഇട്ട് കഴിയുമ്പോൾ കൺവെർജൻസ് കിട്ടുകയാണെങ്കിൽ we say that the series is absolutely convergent. Okay, next we have a theorem. ഓരോ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണ്. സീരീസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can say that f is continuous on D. അതായത് എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണെങ്കിൽ സീരീസ് എഫ് എൻ കൺവേർജ് ചെയ്യുന്ന എഫും കണ്ടിന്യൂസ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്, എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആവുകയും സീരീസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ എഫ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഒരു തിയറം. പ്രൂഫൊക്കെ ഒമിറ്റഡ് ആണ് ഇവിടെ. നെക്സ്റ്റ് വി ഹാവ് another theorem. Suppose fn element of RAB for every n element of n, and series fn converges to f uniformly on AB, then f element of RAB and integrate to be f is equal to summation n tends to infinity integrate to be fn. ഈ തിയറത്തിൽ പറയുന്നത് ഓരോ എഫ് എന്നുകളും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. സീരീസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ എഫും റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ഇൻറ്റഗ്രലും സമ്മേഷനും കൂടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ. Next theorem, suppose a series fn converges for at least one point of J and series fn dash converges uniformly on J, then there exists a function f on J such that sigma fn converges uniformly to f on J and f dash is equal to summation fn dash. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ തിയറത്തിൻ്റെ പോലെ തന്നെയാണ്, ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് സീരീസ് എഫ് എൻ്റെ കൺവേർജൻസ് പറയണമെന്നുണ്ടെങ്കിൽ സീരീസ് എഫ് എൻ ഒരു പോയിന്റിലെങ്കിലും കൺവെർജൻസ് കിട്ടണം. സീരീസ് എഫ് എൻ ഡാഷ് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യണം ഒരു ഫംഗ്ഷനിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ എഫിനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് സീരീസ് എഫ് എൻ ആ എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുകയും ചെയ്യും. ആ എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എൻ ഡാഷിനോട് ഈക്വലും ആയിരിക്കും. ഓക്കെ, ഈ മൂന്ന് തിയറത്തിനും പ്രൂഫ് ഒമിറ്റഡ് ആണ്. നെക്സ്റ്റ് വി ഹാവ് എ പ്രോബ്ലം. ഷോ ദാറ്റ് ദ സീരീസ് x raised to 4 plus x raised to 4 by 1 plus x raised to 4 plus etc. is not uniformly convergent on 0 1 closed interval 0 1. ഇത് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് തിയറംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓരോ പ്രോബ്ലംസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആ സമ്മേഷനിലുള്ള ജനറൽ ടേം ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 4 by 1 plus x raised to 4 raised to n minus 1 4 closed interval 0 1 നമ്മൾ എഫ് എൻ ഓഫ് എക്സ് ആയിട്ട് എടുത്തു. ദെൻ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമ്മൾ എഴുതി. ദാറ്റ് ഈസ് സമ്മേഷൻ 1 to n എടുത്താൽ മതി. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എഴുതി. നെക്സ്റ്റ് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻറ്റ് ആകുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കയ്യിൽ 0 മുതൽ 1 വരെയാണ് പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് 1 by 1 plus x raised to 4 ലെസ് ദാൻ 1 ആയിട്ട് കിട്ടും. ആൻഡ് സോ എസ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ എസ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു 1 plus x raised to 4 എന്ന് കിട്ടും ആസ് n tends to infinity ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി സീറോൻ്റെ കേസ് സ്പെഷ്യലായിട്ട് നോക്കണം. അപ്പോഴും നമുക്ക് എസ് എൻ ഓഫ് 0 എവിടേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും? 0ലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ആസ് n tends to infinity. ഓക്കെ, അതായത് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം എസ് എൻ ഓഫ് 0ലേക്ക് പോകുന്നു. ബാക്കിയുള്ള പോയിന്റ്സിൽ എസ് എൻ ഓഫ് എക്സുകൾ പോകുന്നത് 1 plus x raised to 4ലേക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് 1 plus x raised to 4 4 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 0 4 x ഈക്വൽ ടു 0. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? സമ്മേഷൻ എഫ് എൻ അല്ലെങ്കിൽ സീരീസ് എഫ് എൻ കൺവേർജസ് പോയിന്റ് വൈസ് ടു എ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ് ലെവൽ 0 1. ആ എഫ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ പോയിന്റ് വൈസ് കൺവേർജൻസ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് എന്താണ് ക്വസ്റ്റനിൽ ഷോ ചെയ്യേണ്ടത് നോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ പോയിന്റ് വൈസ് കൺവേർജൻസ് നമ്മൾ കണ്ടു. ഇനി ഇത് യൂണിഫോം അല്ല എന്നാണ് പറയേണ്ടത്. ഓക്കെ,
അപ്പോൾ യൂണിഫോം അല്ല എന്ന് പറയാൻ നമ്മൾ ജസ്റ്റ് ആ തിയറം വെച്ചിട്ടാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള എഫ് എൻ ഓരോരുത്തരും കണ്ടിന്യൂസ് ആണ് ക്ലോസ് ലെവൽ 0 പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള എഫ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ആൻഡ് 0-ൽ ഇവർ രണ്ടുപേരും സ്റ്റെപ്പ് ഇവിടെ സ്പ്ലിറ്റ് ആണത് 0-ലാണല്ലോ. 0-ൽ ഇവർ രണ്ടുപേരും ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് എഫ് ഇവിടെ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഓരോ എഫിനുകളും കണ്ടിന്യൂസ് ആണ്, എന്നാൽ ലിമിറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് കണ്ടിന്യൂസ് ആയിട്ടുമില്ല. ദാറ്റ് മീൻസ് കൺവെർജൻസ് എന്തല്ല, യൂണിഫോം അല്ല. ദാറ്റ് ഈസ് സീരീസ് എഫ് എൻ ഡസ് നോട്ട് കൺവെർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ക്ലോസ് ലെവൽ 0-1. ഓക്കെ, ഫസ്റ്റ് തിയറം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞത്. നെക്സ്റ്റ് വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഒരു സീരീസ് തന്നിട്ടുണ്ട്, അത് യൂണിഫോംലി കൺവെർജൻ്റ് ആണെന്ന് കാണിക്കണം ഓൺ ക്ലോസ് ലെവൽ എ ബി വേർ 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി ബട്ട് പോയിൻ്റ് വൈസ് ഓൺ ക്ലോസ് ലെവൽ 0b. ഓക്കെ, അതായത് ക്ലോസ് ലെവൽ എ ബിയിൽ എ 0 ആണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് വൈസ് കൺവെർജൻസ് മാത്രമേ ഉള്ളൂ എന്നും, എ എന്ന് പറയുന്നത് 0 അല്ലാതെ 0യുടെ റൈറ്റിൽ നിൽക്കുന്ന ഒരു നമ്പർ ആണെങ്കിൽ യൂണിഫോം കൺവെർജൻസ് കിട്ടുന്നു എന്നും കാണിക്കണം. അപ്പോൾ നമ്മൾ എഫ് എൻ ഓഫ് എക്സ് ആയിട്ട് എക്സ് ബൈ എൻ എക്സ് പ്ലസ് 1 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എഴുതുന്നു. അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് എയും ബിയും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എൻ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 1 ബൈ എൻ എക്സ് പ്ലസ് 1 ഓൺ ക്ലോസ് ലെവൽ 0b എഴുതാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വി ഹാവ് എസ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ എഴുതി നോക്കുകയാണ്, അത് സമ്മേഷൻ 1 to n എഫ് കെ ഓഫ് എക്സ് ആണ്. അത് നമ്മൾ എഴുതിയിട്ട് ജസ്റ്റ് ടേംസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ കുറേ ടേംസ് കട്ട് ചെയ്ത് പോവും. ബാക്കി നമുക്ക് കിട്ടുന്നത് എസ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ എൻ എക്സ് പ്ലസ് 1 ആണ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ലെവൽ 0b. So we can see that Sn of x converges to 0 when x is equal to 0 and Sn of x converges to 1 when 0 less than x less than or equal to b. അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ സെറ്റ് ചെയ്യാം? 0 വെൻ എക്സ് ഈക്വൽ ടു 0യും 1 വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിൻ്റ് വൈസ് ഓൺ 0b എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് യൂണിഫോം കൺവെർജൻസ് അല്ല, കാരണം എല്ലാ എഫിനുകളും കണ്ടിന്യൂസ് ആണ്. നമുക്ക് കിട്ടിയ എഫ് ഡിസ്കണ്ടിന്യൂസ് ആണ് ക്ലോസ് ലെവൽ 0bയിൽ. അതുകൊണ്ട് ക്ലോസ് ലെവൽ 0bയിൽ നമുക്ക് ഏത് കൺവെർജൻസ് മാത്രമേ ഉള്ളൂ? പോയിൻ്റ് വൈസ് മാത്രമേ ഉള്ളൂ, യൂണിഫോം ഇല്ല. പക്ഷേ 0നെ ഒഴിവാക്കിയിട്ട് പകരം ക്ലോസ് ലെവൽ എ ബി വേർ എ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദ കൺവെർജൻസ് ഈസ് യൂണിഫോം. ഓക്കെ, അതിൻ്റെ കാരണം നമ്മൾ 0ൽ മാത്രമാണ് അവിടെ വേറൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് വാല്യൂ കിട്ടിയത്. അപ്പോൾ 0 നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. പക്ഷേ എന്നിരുന്നാൽ കൂടെ നമുക്ക് അവിടെ കൺവെർജൻസ് യൂണിഫോം ആണെന്ന് ആ തിയറം വെച്ച് പറയാൻ പറ്റില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോം എസ് എൻ മൈനസ് എഫ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സുപ്രീമം ഓഫ് 1 ബൈ എൻ എക്സ് പ്ലസ് 1 ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ എ പ്ലസ് 1 ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർലി ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. മീൻസ് സീരീസ് എഫ് എൻ converges to f uniformly on closed level AB where 0 less than a less than b. Okay, so this is the problem. Thank you.